ഏവർക്കും ഒരിക്കൽ കൂടെ അബിക ടോക്സ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. ലൈംഗിക ബന്ധത്തിലൂടെ പുരുഷനിൽ നിന്നും സ്ത്രീകളിൽ എത്തുന്ന ക്യാൻസർ പണിയാകുന്നത് ഈ തെറ്റുകളാണ്. സെർവിക്കൽ ക്യാൻസർ. ശാരീരിക ബന്ധത്തിലൂടെ നിരവധി അസുഖങ്ങളാണ് ഇന്ന് ലോകത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിലേക്കും പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിലേക്കും ശാരീരിക ബന്ധത്തിലൂടെ അസുഖങ്ങൾ പകരാം. പലപ്പോഴും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും അണുബാധകളും ശുചിത്വക്കുറവുമെല്ലാം പകർച്ചവ്യാധികളായി രൂപാന്തരം പ്രാപിക്കുന്നത്. ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന വൈറസ് ആണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. HPV. പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്ക് ഈ വൈറസ് പകർന്നാൽ സെർവിക്കൽ ക്യാൻസർ വരുന്നത് ഇതിന് കാരണമാകുന്നുണ്ട്. യോനിക്കും ഗർഭപാത്രത്തിനും ഇടയിലുള്ള ഭാഗമാണ് സെർവിക്സ്. ഈ ഭാഗത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ് സെർവിക്കൽ ക്യാൻസർ. എന്താണ് HPV വൈറസ്? ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അണുബാധ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, STI അഥവാ വൈറസ് ആണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. 100-ൽ പരം HPV വൈറസുകൾ ഉണ്ട്. അതിൽ ഒരു ഭാഗം വൈറസ് സ്വകാര്യ ഭാഗത്ത് തടിപ്പ്, അരുമ്പാറ എന്നിവ ധാരാളം രൂപപ്പെടുന്നതിലേക്ക് നയിക്കുന്നു. എന്നാൽ മറ്റൊരു ഭാഗം HPV വൈറസുകൾ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്നു. സാധാരണ രീതിയിൽ എല്ലാ വൈറസുകളും HPV വൈറസിന് കാരണമാകുന്നില്ല. ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആന്റിബോഡികൾ ഇവയ്ക്കെതിരെ പ്രവർത്തിച്ച് ഈ വൈറസുകളെ ഇല്ലാതാക്കുന്നു. എന്നാൽ ചില വൈറസുകൾ ദീർഘകാലം ശരീരത്തിൽ നിലനിൽക്കുന്നു. ഒന്നിലധികം പങ്കാളികൾ ഉള്ളവരിലും ഓറൽ സെക്സ് ചെയ്യുന്നതിലൂടെയും ഒരേ ലിംഗത്തിലുള്ള ആളുകളുമായി സെക്സ് ചെയ്യുന്നത് വഴിയും ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ്. ഈ വൈറസിലുള്ള വ്യക്തികൾ മറ്റൊരു വ്യക്തിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ വ്യക്തിയിലേക്കും ഈ വൈറസ് എത്തുന്നു. ലക്ഷണങ്ങൾ. ലോകാരോഗ്യ സംഘടന പറയുന്നത് പ്രകാരം പലപ്പോഴും ലക്ഷണങ്ങൾ ഇല്ലാതെയാണ് HPV വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വൈറസ് പ്രവേശിച്ചാലും നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ഈ വൈറസുകളെ 2-3 വർഷത്തിനുള്ളിൽ തന്നെ ശരീരത്തിൽ നിന്നും ഇല്ലാതാക്കുന്നു. എന്നാൽ ചില HPV വൈറസുകൾ സ്വകാര്യ ഭാഗത്ത് വേദനയോടുകൂടി അരുമ്പാറകളായി രൂപാന്തരപ്പെടുന്നു. സ്ത്രീകളിൽ യോനി ഭാഗത്തും മലദ്വാര ഭാഗത്തും തൊണ്ടയിലും കൈകൾ എന്നിവിടങ്ങളിലെല്ലാം അരുമ്പാറകൾ രൂപപ്പെടുന്നതാണ്. പുരുഷന്മാരിൽ അവരുടെ ജനേന്ദ്രിയത്തിൽ അരുമ്പാറകൾ രൂപപ്പെടുന്നതായിരിക്കും. ഇത്തരം രൂപപ്പെടുന്ന അരുമ്പാറകൾ വേദനയും ചൊറിച്ചിലും ഉള്ളതായിരിക്കും. ചിലപ്പോൾ രക്തവും ഇതിൽ നിന്ന് വരാം. ഇത്തരം പ്രശ്നങ്ങൾ ഗ്രന്ഥികളിൽ വീക്കം ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കുന്നു. ദീർഘകാലം HPV വൈറസ് ശരീരത്തിൽ നിന്നാൽ ഇത് സ്ത്രീകളിലെ സെർവിക്കൽ കോശങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്തുന്നു. ഇത് സെർവിക്കൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങളിലേക്ക് പോകുന്നു. തുടക്കത്തിൽ ചികിത്സിച്ചില്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. സാധാരണ രീതിയിൽ HPV വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 15 മുതൽ 20 വർഷം എടുത്തതിന് ശേഷമാണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാകുകയുമില്ല. പിന്നീട് ലൈംഗിക ബന്ധത്തിനു ശേഷവും ആർത്തവ ഇടയിലുമെല്ലാം രക്തസ്രാവം ഉണ്ടായേക്കാം. യോനി ഭാഗത്തു നിന്ന് ദുർഗന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെള്ളപ്പോക്ക് സമയത്ത് യോനി സ്രവത്തിൽ ദുർഗന്ധവും ഉണ്ടാകാം. ഇത്തരം ലക്ഷണങ്ങൾ പതിവാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മറക്കരുത്. വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. HPV വൈറസ് തടയുന്നതിനും സെർവിക്കൽ ക്യാൻസർ വരാതിരിക്കുന്നതിനും ഇന്ന് വാക്സിനുകൾ ലഭ്യമാണ്. 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഈ വാക്സിൻ എടുക്കാവുന്നതാണ്. സാധാരണ രീതിയിൽ 1 മുതൽ 2 വാക്സിൻ വരെയാണ് എടുക്കാറുള്ളത്. രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർക്ക് 2 മുതൽ 3 വാക്സിൻ വരെ നൽകാവുന്നതുമാണ്. വാക്സിൻ കൂടാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കോണ്ടോം ഉപയോഗിക്കുന്നതും ഈ വൈറസ് ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ്. ഒരു 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണെങ്കിൽ 5 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കൂടുമ്പോൾ സെർവിക്സ് സ്കാനിംഗ് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ്. ഇത് ക്യാൻസറിന്റെ സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്താണ് ചികിത്സ? HPV വൈറസിന് ചികിത്സകൾ ലഭ്യമല്ല. പക്ഷേ സെർവിക്കൽ ക്യാൻസർ മുൻകൂട്ടി കണ്ടെത്തിയാൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. പരമാവധി HPV വൈറസ് സാധ്യത കുറയ്ക്കാൻ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. സ്തനാർബുദം കഴിഞ്ഞ സ്ത്രീകളിൽ ഏറ്റവും അധികമായി കണ്ടുവരുന്ന ക്യാൻസർ ആണ് സെർവിക്കൽ ക്യാൻസർ. കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സെർവിക്കൽ ക്യാൻസറുകൾ രോഗിയുള്ളത് ഇന്ത്യയിൽ തന്നെയാണ്. മറ്റു ക്യാൻസർ രോഗികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു അണുബാധ മൂലമാണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത്. സർവ്വസാധാരണമായ ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ വകഭേദങ്ങളാണ് രോഗകാരിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ 15 വയസ്സിന് മുകളിലുള്ള ഇന്ത്യയിലെ 51.4 കോടിയോളം വരുന്ന വനിതകളിലും രോഗം ബാധിക്കാനുള്ള സാധ്യതകൾ അവഗണിക്കാനാവില്ല. അതേസമയം HPV വാക്സിന്റെ ഉപയോഗത്തിലൂടെ രോഗം പൂർണ്ണമായും പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. HPV വാക്സിൻ സ്വീകരിക്കുന്നതിലൂടെ ഭാവിയിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം നിലവിലുള്ള അണുബാധകളെ ചികിത്സിക്കാൻ ഈ വാക്സിന് കഴിയുകയില്ല. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഭൂരിഭാഗം പേരിലും ഇതിനോടകം അണുബാധ ഉണ്ടായേക്കാം. ഒന്നിലധികം പങ്കാളികളുമായി ബന്ധപ്പെടുന്നത് കൂടുതൽ അണുബാധ ഉണ്ടാക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ആദ്യമായി ശാരീരിക ബന്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വാക്സിൻ സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റേതൊരു വാക്സിൻ പോലെയും HPV വാക്സിൻ എടുക്കുമ്പോഴും വളരെ കുറഞ്ഞ തോതിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകാം.
കുത്തിവയ്പ്പെടുത്ത സ്ഥലത്ത് ചുവക്കുകയോ ബോധക്ഷയം ഉണ്ടാകുകയോ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന പാർശ്വഫലങ്ങളാണ്. കൗമാരക്കാരിലാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടുതലായി കാണുന്നത്. ചിലർക്ക് ഓക്കാനം, തലവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പരമാവധി HPV വൈറസ് സാധ്യത കുറയ്ക്കാൻ ശ്രദ്ധിക്കുകയാണ് നല്ലത്. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.